സബ്സ്ക്രൈബ് ചെയ്യണം. സുബ്രഹ്മണ്യ ക്ഷേത്രം, അതെ. പഴനി ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും. അതെവിടെയാ? തമിഴ്നാട്. പക്ഷെ ഇവിടെ കേരള പഴനി എന്നറിയപ്പെടുന്നതാണ് ചോച്ചേരിക്കുന്ന് അപ്പൊ പലരും കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞങ്ങള് ഫസ്റ്റ് ആണ് വരുന്നത്. ഇച്ചിരി വീടിന്റെ അടുത്തായിട്ടാട്ടോ. അപ്പൊ ഞങ്ങള് ബാക്കി കാര്യങ്ങൾ കാണിക്കും. ഇവിടുന്ന് കാണുന്നത് സ്റ്റെപ്പുകളൊക്കെ ശബരിമല സ്റ്റെപ്പ് പോലെയൊക്കെ തന്നെയാണ്, പഴനിയിലത്തെ സ്റ്റെപ്പ് പോലെ തന്നെയാണ്. അപ്പൊ ബാക്കിയൊക്കെ നമ്മള് പറയണേക്കാളും ഇവിടുത്തെ കാര്യങ്ങൾ ഇതൊക്കെ കാണായിരിക്കും നല്ലത് കേട്ടാ. ശരിക്കും രാവിലെ അച്ഛൻ പറഞ്ഞ രാവിലെ അല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ കഞ്ഞിയും കറിയും നേർച്ചയൊക്കെ ഉണ്ടാവും. കഞ്ഞിയും കറിയും നേർച്ച, പിന്നെ എപ്പോഴും തിരക്കാണ്, എപ്പോഴും ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ നിങ്ങൾ വന്നിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ നേരിട്ട് കാണാം. സ്പോൺസർ ചെയ്തത് അവരുടെ പേരുകളാണ് ഇങ്ങനെ. അതെ. ഇവിടെ എത്ര പടിയെന്ന് പറഞ്ഞ 200. ഇരിക്കാനുള്ള സീറ്റാണ്. എല്ലാവരും ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. പൂങ്കുന്നത്തുള്ള സത്യശീലാട്ടം കൊടുത്ത തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അവര് മാങ്കുഴി ആരോ കൊടുത്തിട്ടുണ്ട്. അപ്പൂസ് എങ്ങനെയുണ്ട്? ശരിക്കുള്ള പഴനി നീ പോയിട്ടില്ലല്ലോ. ഞാൻ കുക്കുന്റെ പ്രായത്തിൽ പോയിട്ടുള്ള. അതിങ്ങനെ തന്നെ ഇതുപോലെ തന്നെയാ സ്റ്റെപ്പുകളൊക്കെ. അടിപൊളിയാണ്. ആദ്യം കേറുന്നില്ലടോ സ്റ്റെപ്പുകള്. അടിച്ചു കേറി നടക്ക്. രണ്ട് സ്റ്റെപ്പ് കയറ. ഇതില് ഹിന്ദുസ് മാത്രല്ല സ്പോൺസർ ചെയ്യുന്നത്. അതിന് തെളിവാണിത്. ജോസ് പൊറ്റക്കാരൻ എന്നൊക്കെ പറയുന്നത് എല്ലാവരും ചെയ്യും. അതെ അതെ. ഇന്നലെ നമ്മുടെ എന്താണ് ബോണിലെ തലക്ക് മറ്റേ വടക്കുന്നാഥന്റെ ഉള്ളിൽ ഉന്നയിച്ച് പറഞ്ഞ ഇതുണ്ടായിരുന്നു. ആദീസേ സ്റ്റെപ്പ് പിള്ളേരുടെ കൈയൊക്കെ പിടിച്ച് ചേട്ടന്മാരുടെയും ചേച്ചിയുടെയൊക്കെ പിടിച്ച് നടക്കുന്ന ഞാൻ വിചാരിച്ച. പക്ഷെ അവൻ ഇറങ്ങണില്ലാന്നേ. നൂറായ അപ്പൂസ് എണ്ണുണ്ടിട്ടാ പടികള്. 200 എത്രയുണ്ട്? കരയിപ്പിക്കണ്ട വെച്ചോ. 200 എത്രയുണ്ട് അച്ഛാ? കരിമ്പൻ പൂവാടാ. ഇവിടെ ഓരോരുത്തരുടെ നമ്പറൊക്കെ എണ്ണിട്ട് കയറി പോണേ. അമ്മ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാണ് ഇവിടെ. ഓരോ പടി കയറുമ്പോഴും ഇരിക്കാൻ പറ്റുന്നിടത്ത് പോയിരിക്കുന്നുണ്ട്. പറയാത്ത സത്യണ്ട്. എനിക്ക് അച്ഛനമ്മയ്ക്ക് മാത്രമാണ് സത്യം. മിച്ചുവിനെ ഞങ്ങളിവിടെ മുട്ടടിക്കാൻ കൊണ്ടുപോകുന്നത്. മുട്ടക്കടിക്കുന്ന സ്ഥലം എവിടെയാണ്? വലിയൊരു ആലി.
37 പടിയാണ് ടോട്ടല് പിള്ളേര് എണ്ണീറ്റ് പറഞ്ഞു. അതെ, ഇനി നമുക്ക് ആലിന്റെ അടിയിൽ ഇരുന്നാൽ നല്ല ഓക്സിജൻ കിട്ടും എന്നാണ് പറയുന്നത്. കുറച്ചു നേരം അമ്പലം പണിതുകൊണ്ടിരിക്കണ പൊളിച്ചു പണിയാണ് ശരിക്കും. തമിഴ്നാട് സ്റ്റൈലിൽ തന്നെ അവര് അതിൻ്റെ ആ മുൻഭാഗം കൊണ്ടുവരാൻ പണിതുകൊണ്ടിരിക്കുക പുതിയ രീതിയിൽ. നല്ല കാറ്റുണ്ട് അല്ലേ? നല്ല കാറ്റാണ്. നടക്കടാ ഓടി നടക്ക്. ആ സ്ഥലം ഇല്ലെന്ന് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ വഴിപാടി പിന്നെ ഇവിടെ സ്ഥലം മൊത്തല്ല. ഇന്നത്തെ ഏതൊക്കെ സ്ഥലങ്ങൾ വരും? പുത്തൂരും പലക്കാവ് മണ്ണുത്തില്ല. അതാ കാണുന്ന പള്ളിയുടെ അടുത്താണ് ചേച്ചിയുടെ വീട്. ഹായ് ചേച്ചി, ഇതേ അവിടെ നിന്ന് പോകുന്നുണ്ട് കടയിൽ നിന്ന്. എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ടുണ്ട്. ഹായ് നാത്തോനെ ഒക്കെ ഇവിടെ ഉണ്ട്. ഞാൻ വിച്ചുവിന്റെ നാളാണ്, മുരുകന്റെ നാള് പൂയം. പല പല രൂപത്തിലും ഭാവത്തിലും ഉള്ള ഫോട്ടോസൊക്കെ അവിടെ ഉണ്ട്. സെക്കൻഡുകൾക്കുള്ളിൽ പല പല ഭാവങ്ങളും രൂപങ്ങളും മാറുന്ന ആളാണ് നമ്മുടെ രൂപങ്ങൾ കണ്ടീ. അപ്പോൾ ഗൈസ് ഞങ്ങളിത് ഉടനെ പ്രാർത്ഥിച്ച് ഇറങ്ങി അടിച്ചുകൂട്ടും ചന്ദനം തൊടാൻ നിൽക്കണം അമ്മ. അടിച്ചു കൂട്ടും അവിടെ നിന്ന് വെള്ളം നനച്ച് തൊട്ടാൽ മതി അമ്മ.
അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി. അപ്പൊ ഇനി നല്ല അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാറമേക്കാവൂലല്ലേ പഠിച്ചേ. അതല്ല ഈ കേരള പഴനി നല്ലൊരു അറ്റ്മോസ്ഫിയറാ നമ്മൾ കണ്ടില്ലേ. വേറെ എവിടെയോ ഹൈറ്റില് ശരിക്കും പഴനിയിലൊക്കെ നിൽക്കണം അതേപോലെ തന്നെയാണ് ഉണ്ടാവും. മോളില് നല്ല കാറ്റും ആംബിയൻസും. പിന്നെ ഫസ്റ്റ് ഇപ്പൊ വരണ ഒരു സ്ഥലമാകുമ്പോ നമുക്ക് അതിനോട് ഏത് സ്ഥലമാണെങ്കിലും നമുക്ക് അതിനോട് ഇഷ്ടമുണ്ടാവും. പളനി കേരള പളനി എന്ന പോലെ തന്നെയാണ്. പൈപ്പ് ഉണ്ടല്ലേ. പളനി പോലെ തന്നെയാണ് ഉണ്ടായത്. അതിനാണ് കേരള പളനി. പഴനിയിലെ സ്റ്റെപ്പുകൾ 1001 മാത്രം. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പ്രാർത്ഥന കഴിഞ്ഞു. എല്ലാവരും പ്രാർത്ഥിച്ചു. ഇറങ്ങുമ്പോഴും കേറുമ്പോഴും ഒക്കത്തെ ഒരാള് നടക്കണ പ്രശ്നമില്ല. അതെല്ലാ വീഡിയോയിലും മൊത്തം ഇങ്ങനെ കിടക്കണ പ്രശ്നമുള്ളൂ, നടക്കണ പ്രശ്നമില്ല. വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ നിൽക്കരുത്. എന്താ പറയണ നീ? പോവാണ് പറഞ്ഞ അളകാണ് കഴിച്ചെന്ന് പറഞ്ഞ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിച്ച് ഒരു നല്ലൊരു ഈവനിങ് പാസ് ചെയ്തു നടന്നു പോവാട്ടെ താഴത്തേക്ക്. ഇത് ആ പിള്ളേര് ഫസ്റ്റ് ഇറങ്ങി പോണ്ടിരിക്കുക. അച്ഛനും അമ്മയോ ആദ്യമാണെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങണമില്ല, വാശി പിടിച്ചിട്ടേ. കുറേ ഞങ്ങൾ താഴത്ത് നിർത്താൻ നോക്കി, നട്ടക്കണില്ല. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ ഇതിനെ നട തുറന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോ നട തുറന്നതാണില്ലേ, ഇവിടെ നട തുറന്നുണ്ട്. അപ്പൊ നമ്മളിനി ഇവിടെ നിന്ന് മതിക്കുന്ന അമ്പലത്തിലേക്കാണ് പോണേ. ഇനി അടുത്ത തീർത്ഥയാത്ര ഞങ്ങളുടെ മതിക്കുന്ന അമ്പലത്തിലേക്കാണ്.